നമ്മുടെ നെക്സ്റ്റ് ഡിസ്കഷൻ ടോപ്പിക് പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ ഡൈപോൾ പ്ലേസ്ഡ് ഇൻ എ യൂണിഫോം ഫീൽഡ്. ഒരു യൂണിഫോം ഫീൽഡിൽ നമ്മൾ ഡൈപോളിനെ പ്ലേസ് ചെയ്യാണ്. യൂണിഫോം ഫീൽഡിൽ ഡൈപോളിനെ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ ഒരു ടോർക്ക് ഉണ്ട് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ ഫീൽഡിലെ പൊസിഷൻ കാരണം അതിനൊരു പൊട്ടൻഷ്യൽ എനർജി കിട്ടുന്നുണ്ട്. ഓക്കെ, ആ ഈ ഫീൽഡിലെ പൊസിഷൻ കാരണം ഏതൊരു ബോഡിക്കും പൊസിഷൻ കാരണം കിട്ടുന്ന എനർജി ആണല്ലോ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത്. അപ്പൊ ഈ ഡൈപോൾ എന്ന് പറയുന്ന സിസ്റ്റത്തിനെ നമ്മൾ ഈ ഫീൽഡ് എന്ന് പറയുന്ന സ്ഥലത്ത് കൊണ്ടുവച്ചപ്പോൾ യൂണിഫോം ഫീൽഡിൽ വെക്കുമ്പോൾ ആ പൊസിഷൻ കാരണം അതിന് കിട്ടുന്ന എനർജിയാണ് അതിന്റെ പൊട്ടൻഷ്യൽ എനർജി. ഓക്കെ, അതിന്റെ പൊട്ടൻഷ്യൽ എനർജി എത്രയാണ് എന്ന് നമ്മൾ കണ്ടെത്തണം. ചെയ്യാൻ തുടങ്ങാം. ഓക്കെ, അപ്പോ ഇതാ ഒരു യൂണിഫോം ഫീൽഡിലുള്ള ഡൈപോൾ. യൂണിഫോം ഫീൽഡ് പാരലൽ ലൈൻസ് ആണ് കാണിക്കുന്നത്. നമ്മൾ പിന്നെ ഒരുപാടൊന്നും കാണിക്കുന്നില്ല, നമുക്ക് ഒരു ലൈൻ കാണിച്ചാൽ മതി. ഓക്കെ, ഇതാണ് ഫീൽഡിന്റെ ഡയറക്ഷൻ. ഓക്കെ, അതിപ്പോ കഴിഞ്ഞ ക്ലാസ് നമ്മൾ ഇങ്ങനെ വരച്ചത്, എങ്ങനെ ആയിക്കൊള്ളട്ടെ, ഇങ്ങനെ ആവാം, ഇങ്ങനെ ഓക്കെ, ഇങ്ങനെ വരക്കാം, ഇങ്ങനെ വരക്കാം, എങ്ങനെ വേണമെങ്കിൽ വരക്കാം പാരലൽ ലൈൻസ്. ഓക്കെ, അപ്പോ പാരലൽ ഫീൽഡിനെ എങ്ങനെ വേണമെങ്കിൽ റെപ്രസെന്റ് ചെയ്യാം. അപ്പോൾ ഇതൊരു പാരലൽ ഫീൽഡിലെ ഒരു ഫീൽഡ് ലൈനാണ്. നൂറുകണക്കിന് ഫീൽഡ് ലൈൻസ് ഉണ്ട്, അതിലൊന്നേ ഞാൻ കാണിക്കുന്നുള്ളൂ. ഓക്കെ, ആ ഫീൽഡില് നമ്മൾ കൊണ്ടുവച്ച ഡൈപോൾ ആണ് ഇത്. ഇതാ ഈ ഫീൽഡിൽ നമ്മൾ കൊണ്ടുവച്ച ഡൈപോൾ. ഓക്കെ, ദിസ് ഈസ് മൈനസ് ക്യൂ ചാർജ്, ദിസ് ഈസ് പ്ലസ് ക്യൂ ചാർജ്. അപ്പൊ ഇതിന്റെ മുകളിൽ ടോർക്ക് ഉണ്ടാവുമെന്നുള്ള കാര്യം ഉറപ്പല്ലേ. അപ്പൊ ഈ ടോർക്ക് എന്തെയും, ടോർക്ക് എല്ലായ്പ്പോഴും ഇതിനെ റൊട്ടേറ്റ് ചെയ്യും. എന്തിനു വേണ്ടിയിട്ട്? ആ ഫീൽഡിന്റെ ഡയറക്ഷനിൽ അറേഞ്ച് ചെയ്യാണ്. ഇത് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യും. ഫീൽഡ് ഇങ്ങനെയാണ്, ഡൈപോൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട് എങ്കിൽ ആ ഡൈപോളിനെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യും. പ്ലസ് ക്യൂ ചാർജ് മുകളിൽ മൈനസ് ക്യൂ ചാർജ് താഴെ വരുന്ന രീതിയിൽ, അതായത് വെക്ടർ പി എന്ന് പറയുന്നത് വെക്ടർ ഇന്റെ ഡയറക്ഷനിൽ വരുന്ന രീതിയിൽ അലൈൻ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ ടോക്ക് ട്രൈ ചെയ്യും. അത് നമ്മൾ ചെയ്യണ്ട, അതിന്റെ മുകളിൽ നാച്ചുറൽ ആയിട്ട് ടോക്ക് ഉണ്ടാവും. അത് താനേ തിരിയും. ആ താനേ തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന ഡൈപോളിനെ, ഇങ്ങനെ തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന ഡൈപോളിനെ നിങ്ങൾ പിടിച്ചിട്ട് അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് തിരിക്കുന്നു വിചാരിക്കുക. അപ്പൊ അതിന് നിങ്ങൾ വർക്ക് ചെയ്യണ്ടേ? ഇങ്ങനെ ആരുടെയും സഹായമില്ലാതെ ഇങ്ങനെ തിരിയുന്ന റൊട്ടേറ്റ് ചെയ്യുന്ന ഡൈപോളിനെ അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഇങ്ങനെ തിരിക്കണമെങ്കിൽ നമ്മൾ വർക്ക് ചെയ്യണ്ടേ? ആ വർക്ക് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. ഓക്കെ, അതിനാദ്യം ഇതിനെ നല്ലോണം തിരിക്കണം. നമ്മള് ആദ്യം വളരെ ചെറിയൊരു ആംഗിൾ, ഇതാ നിങ്ങൾ എങ്ങോട്ട് തിരിക്കുന്നത്, ഇങ്ങനെ തിരിക്കുന്നു. അങ്ങോട്ട് തിരിഞ്ഞുകൊണ്ടുണ്ടായ ഡൈപോളിനെ ലേശം ചെറിയൊരു ആംഗിൾ, ഇതാണ് പ്ലസ് ക്യൂ ചാർജ്, ചെറിയൊരു ആംഗിൾ ഡി തീറ്റ ആംഗിൾ റൊട്ടേറ്റ് ചെയ്യാം. ഓക്കെ, ആ ഡി തീറ്റ ആംഗിൾ റൊട്ടേറ്റ് ചെയ്യാൻ നിങ്ങൾ ചെയ്യേണ്ട വർക്ക് ഡൺ എത്രയാണ്? ഓക്കെ, അത് നമ്മൾ പറയാം. അപ്പൊ അതിന് നമുക്ക് സ്മോൾ വർക്ക് ഡൺ എന്ന് പറയാം. സ്മോൾ വർക്ക് ഡൺ ചെറിയ വർക്ക് ഡൺ എത്രയാണെന്ന് കണ്ടുപിടിച്ചാല് വലിയ ആംഗിൾ റൊട്ടേറ്റ് ചെയ്യാൻ ആവശ്യമായ വർക്ക് ഡൺ കണ്ടുപിടിക്കാം. സ്മോൾ വർക്ക് ഡൺ to rotate the dipole എങ്ങോട്ട്? against the torque. ടോക്കിന് എഗെയിൻസ്റ്റ് ആയിട്ട് റൊട്ടേറ്റ് ചെയ്യാൻ നമ്മൾ ചെയ്യേണ്ട സ്മോൾ വർക്ക് ഡൺ which is dw. നമുക്ക് അങ്ങനെ എടുക്കാം. dw is equal to, സാധാരണ ട്രാൻസ്ലേറ്ററി മോഷനിലാണെങ്കിൽ ട്രാൻസ്ലേറ്ററി മോഷൻ ആണെങ്കിൽ w is equal to force into distance അല്ലെ, force into distance. dw is equal to force into ds. നല്ല പഠിച്ചത്. ഇവിടെ എന്താ ആക്ച്വലി ഫോഴ്സിന് പകരം ടോർക്കാണ്. ഫോഴ്സിന് പകരം റൊട്ടേഷണൽ ഫോഴ്സ് വിച്ച് ഈസ് ടോർക്ക്. ഈ ഡിസ്പ്ലേസ്മെന്റിന് പകരം ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് തീറ്റ. അപ്പൊ എന്താ ചെയ്യേണ്ടത്? ടോ ഇൻറ്റു ഡി തീറ്റ. ദിസ് ഈസ് ദി ടോട്ടൽ സ്മോൾ വർക്ക് ഡൺ. ഇതാണ് നമ്മൾ ചെയ്യുന്ന സ്മോൾ വർക്ക് ഡൺ. ഇങ്ങനെ ടു റൊട്ടേറ്റ് ദി ഡൈപോൾ ബൈ ആൻ ആംഗിൾ ഡി തീറ്റ. ഇത് ഇങ്ങോട്ട് റൊട്ടേറ്റ്, നമ്മൾ റൊട്ടേറ്റ് ചെയ്യുന്നത് ഇങ്ങോട്ടാണ്. നാച്ചുറൽ ടെൻഡൻസി എങ്ങോട്ടാണ്? അത് അങ്ങോട്ടാണ്. അപ്പൊ അങ്ങോട്ടുള്ളതിന്റെ റൊട്ടേഷന് എഗനിസ്റ്റ് ആയിട്ട് നമ്മൾ ഇങ്ങോട്ട്
റൊട്ടേറ്റ് ചെയ്യണമെങ്കിൽ ചെയ്യേണ്ട ചെറിയ വർക്ക് ഡൺ ആണ്. എങ്കിൽ ശ്രദ്ധിച്ചോ, ഇതാണല്ലോ ഫീൽഡ്. ഇതിപ്പോ ഡൈപോൾ ഇതിപ്പോ ഇങ്ങനെ ഉണ്ടെന്ന് വിചാരിക്കാം, പ്ലസ് ക്യൂ മൈനസ് ക്യൂ. അത് ഫീൽഡുമായിട്ടുണ്ടാക്കിയ ആംഗിൾ ഈ ആംഗിൾ ഉണ്ടല്ലോ, ഈ ആംഗിൾ θ1 ആണെന്ന് വിചാരിച്ചു. ആ ആംഗിൾ θ1. നിങ്ങൾ അതിനെ പിടിച്ചോ ഒറ്റ തിരിക്കല്. ഓക്കെ, നിങ്ങളതിനെ പിടിച്ചിട്ട് ഒറ്റ തിരിക്കല്. തിരിച്ചിട്ട് ഇത് പേടത്തേക്ക് എത്തിച്ചു വിചാരിക്കാം, പ്ലസ് ക്യൂ മൈനസ് ക്യൂ, അല്ലെങ്കിൽ ഇത് ഇങ്ങനെ ആക്കി. ഓക്കെ, മൈനസ് ക്യൂടേക്ക് എത്തി, പ്ലസ് ക്യൂടേക്ക് എത്തി. അപ്പോൾ ഈ സമയത്ത് ഡൈപോള് ഫീൽഡുമായിട്ടുണ്ടാക്കുന്ന ആംഗിൾ ഇത് θ2 ആണെന്ന് വിചാരിക്കുക. ഓക്കെ, ദിസ് ഈസ് θ2. അപ്പൊ നിങ്ങൾ റൊട്ടേറ്റ് ചെയ്ത ഈ ആംഗിൾ ഉണ്ടല്ലോ, ഇത്ര ആംഗിൾ ആണ് റൊട്ടേറ്റ് ചെയ്തത്, വിച്ച് ഈസ് θ2 മൈനസ് θ1. ഓക്കെ, അത് വളരെ ചെറുതാണെങ്കിൽ ഉള്ള വർക്ക് രണ്ടാണ് ഇത്. ഓക്കെ, ഈ θ2 മൈനസ് θ1 ഇസ് ദ dθ. ആ dθ വളരെ ചെറുതാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട വർക്ക് രണ്ടാണ് ഇത്. ഇതിപ്പോ ഇവിടെ കുറെ വലിയ ആംഗിൾ റൊട്ടേറ്റ് ചെയ്യും എങ്കിൽ വാട്ട് ഈസ് ദി ടോട്ടൽ വർക്ക് ഡൺ ഹിയർ? വാട്ട് ഈസ് ദി ടോട്ടൽ വർക്ക് ഡൺ? ടോട്ടൽ വർക്ക് ഡൺ, കേൾക്കണേ, ടോട്ടൽ വർക്ക് ഡൺ to rotate the dipole, total work done to rotate the dipole from an initial angle θ1 to final angle θ2. നമ്മൾ ഇവിടെ θ1 θ2 ഇതാണ് ഇവിടുത്തെ θ1, ഇതാണ് ഇവിടുത്തെ θ2. θ1 θ2 മൈനസ് θ1 ഈസ് വെരി സ്മോൾ dθ. അപ്പോഴുള്ള വർക്ക് ആണ് ഇത്. ഇതാ θ2 മൈനസ് θ1 ഇവിടെ വളരെ വലുതായി, അതിൻ്റെ ഇടയിൽ കുറേ dθകളുണ്ട്. എങ്കിൽ ടോട്ടൽ വർക്ക് എങ്ങനെയാണ് കണ്ടുപിടിക്കുക മക്കളെ? എന്താ കണ്ടുപിടിക്കുക? എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ടോട്ടൽ വർക്ക് ഡൺ W ഈസ് ഇന്റഗ്രൽ ഓഫ് dW. ഏത് നേരത്തേക്കാ തിരിച്ചത്? θ1 ആണ് ഒറിജിനൽ ആയിട്ടുണ്ടായത്. θ1 θ2 ആകുന്നത് വരെ തിരിക്കണം. ഓക്കെ, എങ്കിൽ വിച്ച് ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ θ1 θ2 dW എന്താ? ടോ ഡി തീറ്റ. ഓക്കെ, മനസ്സിലാക്കണേ, നന്നായിട്ട് മനസ്സിലാക്കിയാലേ കാര്യമുള്ളൂ. ഈക്വൽ ടു ഇന്റഗ്രൽ θ1 to θ2. വാട്ട് ഈസ് ടോർക്ക്? ടോർക്കിനുള്ള ഇക്വേഷൻ ആണ് PE sin θ. സോ PE sin θ dθ. ഓക്കെ, where P and E are constant, അല്ലേ? ഇലക്ട്രിക് ഫീൽഡ് യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ആണ്, കോൺസ്റ്റന്റ് ആണ്, എല്ലായിടത്തും കോൺസ്റ്റന്റ് ആണ്. P എന്നുള്ളത് Q into 2A ആണ്, Q കോൺസ്റ്റന്റ് ആണ്, 2A കോൺസ്റ്റന്റ് ആണ്. സോ P and E are constant. അപ്പൊ ഔട്ട്സൈഡ് എടുത്തു കഴിഞ്ഞാൽ W is equal to PE integral θ1 to θ2 sin θ dθ, അല്ലേ? sin θ dθ. Okay, then equal to PE integral sin θ എന്താ? Integral sin θ is minus cos θ. Okay, so minus cos θ within the limit θ1 to θ2. ഈ മൈനസ് പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ മൈനസ് PE cos θ θ1 to θ2. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഈ ലിമിറ്റ് അപ്ലൈ ചെയ്യുക. എങ്ങനെയാ കൊടുക്കുക കുഞ്ഞുമക്കളെ? മൈനസ് PE ആദ്യം അപ്പർ ലിമിറ്റ് കൊടുക്കുക, cos θ2 മൈനസ് cos θ1. ഇതാണ് വർക്ക് ഡൺ. ഇങ്ങനെ നമ്മൾ ഫീൽഡിന്റെ ഡയറക്ഷനിലേക്ക് ഇങ്ങനെ തിരിഞ്ഞുകൊണ്ടുണ്ടായ സാധനത്തിന് എഗെയിൻസ്റ്റ് ആയിട്ട് നമ്മൾ വർക്ക് ചെയ്താൽ നമുക്ക് തിരിക്കാൻ പറ്റും. അങ്ങനെ നമ്മൾ ചെയ്യുന്ന വർക്ക് ഡൺ അതിൽ പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യും. ഓക്കെ, ഈ ടോർക്കിനെതിരായിട്ട് നമ്മൾ ഡൈപോളിനെ തിരിക്കാൻ വേണ്ടി ചെയ്ത വർക്ക് ഡൺ
ടോർക്കിനെതിരായിട്ട് തിരിക്കാൻ വേണ്ടി ചെയ്ത വർക്ക് ഡൺ ആണ് അതിൽ എന്തായിട്ട് സ്റ്റോർ ചെയ്യുന്നത്, പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യുന്നത്. സോ ദിസ് വർക്ക് ഡൺ stored in the എവിടെ in the dipole as its potential energy. Okay, therefore that potential energy ആണ് u എന്ന് ഡിനോട്ട് ചെയ്യുന്നത്. ഈ വർക്ക് തന്നെയാണത്. സോ u is equal to minus pa cos theta 2 minus cos theta 1. This is the potential energy. ഇതാണ് പൊട്ടൻഷ്യൽ എനർജി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. ഇതിൽ എൻ്റെ കുഞ്ഞു മക്കൾക്ക് സംശയമൊന്നുമില്ലല്ലോ. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ മാഷിന് ഇതിന്റെ സ്പെഷ്യൽ കേസുകൾ പറയാം. ഓക്കെ, അപ്പൊ ആദ്യം ചെറിയ ആംഗിൾ റൊട്ടേറ്റ് ചെയ്തു. ഇവിടെ θ1 ഉണ്ട്, θ2 ഉണ്ട്. ആ θ1 θ2 ഇവിടെ വളരെ ചെറുതാണ്. θ1 θ2 തമ്മിലുള്ള ഡിഫറൻസ് ചെറുതാണ്. θ1 θ2 ചെറുതല്ല, ആ ഡിഫറൻസ് ചെറുതാണ്. ആ ഡിഫറൻസ് വലുതാകുമ്പോൾ ചെയ്യേണ്ട ടോട്ടൽ വർക്കുകളാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോ മാഷിന് നെക്സ്റ്റ് പറഞ്ഞ നോക്കിക്കോ. ഇതിന്റെ സ്പെഷ്യൽ കേസുകളാണ്. സ്പെഷ്യൽ കേസസ്. Okay, case 1. If theta is equal to 90 degree, if θ1 is equal to 90 degree, അതായത് ഇനീഷ്യലി θ1 എന്ന് പറഞ്ഞാൽ എന്താടാ, നമ്മൾ തിരിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ്, ഇതാണ് തിരിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് മിസ്റ്റർ ഡൈപോൾ ഇങ്ങനെയാണുള്ളത്. ഓക്കെ, പ്ലസ് ക്യൂ മൈനസ് ക്യൂ, ഫീൽഡ് ഇങ്ങനെ, ഡൈപോൾ ഇങ്ങനെ. അപ്പൊ ആംഗിൾ എത്ര? ഇതാണ് θ1. നമ്മൾ തിരിക്കാൻ തുടങ്ങുന്നതിന് മുമ്പുള്ള ആംഗിൾ θ1 is 90 ഡിഗ്രി. അവിടെ നിന്ന് അപ്പൊ എന്താ ചെയ്യാ, ഇത് അങ്ങോട്ട് റൊട്ടേറ്റ് ചെയ്യിപ്പിക്കും, ടോക്കൈൻ അങ്ങോട്ട് റൊട്ടേറ്റ് ചെയ്യിപ്പിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ നിന്ന് 90-ൽ നിന്ന് ലേശം ഇങ്ങോട്ട് തിരിക്കുന്നു. ഓക്കെ, അത് എത്ര നമുക്ക് എത്ര വേണം തിരിക്കുക, 90-ൽ നിന്ന് 91, 92, 93, 94 എത്രയാവാം തീറ്റ. ഓക്കെ, ദാറ്റ് മീൻസ് θ1 is equal to 90 ഡിഗ്രി. θ2 എത്രയാവാം, അത് 90-നേക്കാൾ കുറയല. 90-നേക്കാൾ കുറയാൻ നമ്മൾ വർക്ക് ചെയ്യേണ്ട, അത് താനെ തിരിഞ്ഞോളാം അങ്ങോട്ട്. ഓക്കെ, 90-നേക്കാൾ കൂടിയ എത്രയും ആവാം തീറ്റ. So θ1 initial angle is 90 degree and θ2 is theta. അങ്ങനെയാണെങ്കിൽ what is PE, potential energy U is equal to minus PE എന്ന് കേൾക്കുന്നുണ്ടോ, minus PE cos theta 2 which is cos theta minus cos 90 is 0. അതെന്തായി, minus PE cos theta. എടാ ഇതെന്താണ്, P വെക്ടർ ഈ വെക്ടർ തീറ്റയുടെ കോസ് ആംഗിൾ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, കോസ് വാല്യൂ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. എങ്കിൽ ഇതെന്തായി, U is equal to minus P വെക്ടർ P ഡോട്ട് വെക്ടർ E ഡോട്ട് പ്രോഡക്റ്റ് ആണ്. സോ ദിസ് ഈസ് ദി പൊട്ടൻഷ്യൽ എനർജി സ്റ്റോർഡ്. അപ്പോൾ 90 ഡിഗ്രിയിലുള്ളതിൽ നിന്ന് 91-ലേക്ക് 92-ലേക്ക് 93-ലേക്ക് എത്ര ആയിക്കൊള്ളട്ടെ, തിരിക്കാൻ ചെയ്യേണ്ട വർക്ക് ഡൺ അതിൽ പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യും. ആ പൊട്ടൻഷ്യൽ എനർജി എത്രയാണ്, U is equal to minus P ഡോട്ട് വെക്ടർ minus P ഡോട്ട് E. ഓക്കെ അല്ലേ? ഇനി രണ്ടാമത്തെ കേസ്, 2 കേസേ ഉള്ളൂ. രണ്ടാമത്തെ കേസിൽ 2 കേസ് ഉണ്ട്. If θ1 is equal to 0 ഡിഗ്രി, എന്ന് പറഞ്ഞാൽ എന്താ, ഇത് മാഷ് വായിക്കാണ്. θ1 is equal to 0 ഡിഗ്രി, ഇതാണ് E. ഇനീഷ്യലി നമ്മളെ ചങ്ങായി ഉള്ളത് ആര്, ഡൈപോൾ ഉള്ളത് അതേ ഡയറക്ഷനിലാണ്. പ്ലസ് ക്യൂ മൈനസ് ക്യൂ ഉള്ളത് ഇതാ, ഇയുടെ ഡയറക്ഷൻ, പിയുടെ ഡയറക്ഷൻ. ഓക്കെ, ഇപ്പോൾ ആക്ച്വലി റൊട്ടേഷൻ ഇല്ല. കാരണം നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഇതിന്റെ മുകളിൽ ആക്ട് ചെയ്യുന്ന ടോർക്ക് അത് എന്താ പറയാ, ഈയുടെ ഡയറക്ഷനിലാക്കാൻ വേണ്ടിട്ട് ട്രൈ ചെയ്യും അല്ലെ. ടോർക്ക് ഈയുടെ അതേ ഡയറക്ഷനിലേക്ക് പീനെ കൊണ്ടുവരാൻ വേണ്ടി ട്രൈ ചെയ്യും. അത് നോക്കപ്പോ ഇവിടെ പി എന്ന് പറയുന്നത് ഓൾറെഡി ഈയുടെ ഡയറക്ഷനിലാണ്.
അതുകൊണ്ട് ഇവിടെ ഇപ്പൊ ടോർക്ക് ഇല്ല. ദാറ്റ് മീൻസ് ദി സിസ്റ്റം ഈസ് ഇൻ സ്റ്റേബിൾ ഇക്വിലിബ്രിയം. സിസ്റ്റം സ്റ്റേബിൾ ഇക്വിലിബ്രിയത്തിലാണുള്ളത്, നമ്മളിത് പറഞ്ഞിട്ടുണ്ട്. അവിടെ നിന്ന് നിങ്ങൾ തിരിക്കുന്നു. അവിടെ നിന്ന് എത്ര വേണമെങ്കിലും തിരിക്കാം. 1, 2, 3, 4, 5, 6, 90, 99, 150 എത്ര വേണമെങ്കിലും തിരിക്കാം. അപ്പൊ ഞാൻ θ2 എന്ന് പറയുന്നത് തീറ്റ എന്ന് പറഞ്ഞിട്ട് എടുക്കും. എത്രയാവാം? അങ്ങനെയാണെങ്കിൽ വാട്ട് വിൽ ബി ദി പൊട്ടൻഷ്യൽ എനർജി? പൊട്ടൻഷ്യൽ എനർജി ദാറ്റ് മീൻസ് U is equal to ഇവിടെ θ2 എന്ന് പറഞ്ഞാൽ എത്രയാടാ? തീറ്റ. ആ തീറ്റ എത്ര? 91, 92 എത്രയാവാം? ഇവിടെ തീറ്റ എത്രയാവാം? 1 മുതൽ 150 വരെ എന്തോ ആവാം. ഓക്കെ, then U is equal to പറയടാ കുഞ്ഞു മക്കളെ, മൈനസ് PE cos θ2 which is cos θ minus cos θ1 which is cos 0 which is 1. Okay, അപ്പൊ എന്താ? U is equal to PE 1 minus cos θ. PE 1 minus cos θ ഇതാണ് ഓൾറെഡി സ്റ്റേബിൾ ഇക്വിലിബ്രിയത്തിലുള്ള ഡൈപോളിനെ നിങ്ങൾ തിരിക്കാൻ വേണ്ടി നോക്കിയാൽ, സ്റ്റേബിൾ ഇക്വിലിബ്രിയത്തിൽ നിന്ന് ഡിസ്പ്ലേസ് ചെയ്യാൻ വേണ്ടി നോക്കിയാൽ അതിന് നിങ്ങൾ ചെയ്യേണ്ട വർക്ക് ഡൺ, അതായത് അവിടെ സ്റ്റോർ ചെയ്യുന്ന പൊട്ടൻഷ്യൽ എനർജി. ഓക്കെ അല്ലേ? ഇനി ഇതിലൊരു 2 കേസ് പറയാനാ. ഓക്കെ, അതില് 2 കേസ്. 2 ഓക്കെ, ദാറ്റ് ഈസ് സ്റ്റേബിൾ ഇക്വിലിബ്രിയത്തിൽ നിന്ന് നിങ്ങൾ എന്താക്കുന്നത് അറിയോ? 90 ഡിഗ്രിയിലേക്ക് കൊണ്ടുവരുന്നു. θ is equal to 90 degree. Okay, that means rotated from stable equilibrium to perpendicular to field. അല്ലേ? ഇങ്ങനെ ഉണ്ടായതല്ലേ? ഇതാണ് E. ആ ഡയറക്ഷനിൽ ഇത് ഇങ്ങനെ ഉണ്ടായത്, ഇങ്ങനെ ഉണ്ടായത് P. അതിനിങ്ങനെ തിരിക്കണമെങ്കിൽ വർക്ക് ചെയ്യണം, കാരണം ഓർഡർ സ്റ്റേബിൾ ആണത്. ഇങ്ങനെ കൊണ്ടുവന്ന് ഇങ്ങനെ ആക്കിയിട്ട് മാറ്റി നിങ്ങൾ തിരിച്ച ആംഗിൾ 90 ഡിഗ്രി ആണ് എങ്കിൽ അവിടെ നിങ്ങൾ വർക്ക് ചെയ്യണ്ടേ? ആ വർക്ക് അവിടെ പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യില്ലേ? ആ പൊട്ടൻഷ്യൽ എനർജി എത്രയാ? U is equal to PE into 1 minus cos 90. Cos 90 is 0. So U is equal to PE. Okay, ഇനി B. If theta is equal to 180 degree, അതായത് ഇവിടെ ഉണ്ടായ സ്ഥാനത്തിനെ തിരിച്ച് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഇതാ ഇങ്ങനെയാക്കി. ഓക്കെ, അതായത് സ്റ്റേബിൾ ഇക്വിലിബ്രിയത്തിൽ നിന്നും rotated from stable equilibrium to unstable equilibrium. അല്ലേ? 180 ആവുമ്പോഴല്ലേ അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. സ്റ്റേബിൾ ഇക്വിലിബ്രിയം ടു അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം. അങ്ങനെയാണെങ്കിൽ എന്തായി? U is equal to PE 1 minus cos 180. Cos 180 is -1. അപ്പൊ 1 minus -1 2. അപ്പൊ എന്താണ്? U is equal to 2PE. നോക്കടാ, എന്ന് പറഞ്ഞാൽ ഇവിടെയാണെങ്കിൽ ഈടത്തേക്ക് കൊണ്ടുവരണമെങ്കിൽ PE വർക്ക് ചെയ്യണം, ഈടത്തേക്ക് കൊണ്ടുവരണമെങ്കിൽ വീണ്ടും ഒരു PE, ടോട്ടൽ 2PE വർക്ക് ചെയ്യണം. എന്ന് പറഞ്ഞാൽ എപ്പോഴാണോ ഫീൽഡിന്റെ ഡയറക്ഷനിൽ ഓപ്പോസിറ്റ് ആയിട്ട് P ഉണ്ടെങ്കിൽ, ഡൈപോൾ ഉണ്ട് എങ്കിൽ അവിടെ പൊട്ടൻഷ്യൽ എനർജി മാക്സിമം ആണ്. ഏതൊരു സിസ്റ്റം പൊട്ടൻഷ്യൽ എനർജി കുറക്കാൻ വേണ്ടിയിട്ടാണ് നോക്കുക. അപ്പൊ ഇങ്ങനെ ഒരു ഡൈപോൾ വെച്ചാൽ ഉടനെ ഈ ഡയറക്ഷനിലോട്ട്, കാരണം ഇവിടെയാണല്ലോ പൊട്ടൻഷ്യൽ എനർജി 0, ഉടനെ അങ്ങോട്ട് ഷൂട്ട് ചെയ്യും. ഇവിടെ വെച്ചാൽ ഉടനെ അങ്ങോട്ട് തിരികെ പോകും. ഇപ്പൊ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യന്റെ ഉത്തരം മനസ്സിലായിട്ടുണ്ടാവും. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ചോദിച്ച ക്വസ്റ്റ്യൻ എന്താ? ഡൈപോള് ഫീൽഡിൽ വെച്ചാൽ എപ്പോഴും ഇങ്ങോട്ടാണ് തിരിയുന്നത്, ഇങ്ങനെ ഓപ്പോസിറ്റിൽ തിരിയാറില്ല. ഇവിടെ എത്തിയാലും ടോർക്ക് 0 ആണ്, ഇവിടെ എത്തിയാലും ടോർക്ക് 0 ആണ്. ഇവിടെ ടോർക്ക് 0 ആണ് എങ്കിലും, അതായത് ഇങ്ങനെ ആയാലും ടോർക്ക് 0 ആണ്, പക്ഷെ ഒരിക്കലും ഇങ്ങോട്ട് തിരിക്കാറില്ല, തിരിക്കുന്നത് അങ്ങോട്ടാണ്. അതിന്റെ കാരണം മനസ്സിലായിട്ടുണ്ടാവും. ഈ പൊസിഷനിൽ പൊട്ടൻഷ്യൽ എനർജി മാക്സിമം ആണ്, ഇവിടെ പൊട്ടൻഷ്യൽ എനർജി 0 ആണ്. ഓക്കെ അല്ലേ? സോ ഇത്രയാണ് പൊട്ടൻഷ്യൽ എനർജിയെ കുറിച്ച് പറയാനുള്ളത്. പുതിയൊരു ടോപ്പിക്കുമായിട്ട് നെക്സ്റ്റ് വീഡിയോ